ഈ ചാനലിൽ കൂടെ കേറ്ററ്റ്, സീറ്ററ്റ് അതുപോലെ തന്നെ PSC പരീക്ഷകളുടെ എല്ലാവിധമായ നോട്ടും സിലബസ് അനുസരിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് അത് ഒരു വീഡിയോയ്ക്ക് കണ്ടിന്യൂഷനാണ് അടുത്ത വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും പ്ലേലിസ്റ്റിലെ ഓരോ വീഡിയോസും കണ്ട് വേണം പഠിക്കാൻ. അത് കണ്ടിന്യൂഷനാണ്, അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആണ്. വീണ്ടും ക്ലാസ്സുകൾ ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നതനുസരിച്ച് ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ക്ലാസ്സും ശ്രദ്ധാപൂർവം കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവിധമായ നോട്ടുമാണ് നിങ്ങൾക്ക് കിട്ടുന്ന. ഓരോ സബ്ജക്ട്സ് വൈസ് നോട്ടുകളും വീഡിയോ ക്ലാസ്സസും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോന്നും നല്ല ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ തേർഡ് ക്ലാസിഫിക്കേഷനാണ് യൂക്ലിനോയിഡ്സ്. യൂക്ലിനോയിഡ്സിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത മന്ദഗതിയിലുള്ള വെള്ളത്തിൽ കാണപ്പെടുന്ന ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ് യൂക്ലിനോയിഡ്. യൂക്ലിനോയിഡ്സിന്റെ ഓർഗാനിസംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ലെയർ ആയിരിക്കും. ഈ പ്രോട്ടീൻ റിച്ച് ലെയറിനെ പറയുന്ന പേരാണ് പെലിക്കിൾ. സെൽവാളിന് പകരം യൂക്ലിനോയിഡ്സ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ റിച്ച് ലെയർ ആയിരിക്കും ഉള്ളത്. അതിനാണ് പെലിക്കിൾ. പെലിക്കിൾ പ്രസന്റ് ആയിട്ടുള്ള കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ക്ലാസിഫിക്കേഷൻ ആണ് യൂക്ലിനോയിഡ്സ്. പെലിക്കിൾ മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. യൂക്ലിനോയിഡ്സിന്റെ ബോഡി ഫ്ലെക്സിബിൾ ആവാൻ സഹായിക്കുന്നത് ഈ പെലിക്കിളാണ്. പെലിക്കിൾ എന്ന് പറഞ്ഞാൽ സെൽവാളിന് പകരമുള്ളതാണ്, പ്രോട്ടീൻ റിച്ച് ലെയർ ആണ്. യൂക്ലിനോയിഡ്സ് ഹാവ് 2 ഫ്ലജല്ല, 1 ഷോർട്ട് ആൻഡ് അതർ ദ ലോങ്. നമ്മൾ ഡൈനോഫ്ലജലേറ്റസ് പറഞ്ഞു, 2 ഫ്ലജലാണ്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിലും ഒന്ന് ട്രാൻസ്വേഴ്സും ആണ്. എന്നാൽ യൂക്ലിനോയിഡ്സ് 2 ഫ്ലജല പ്രസന്റ് ആണ്, 1 ഷോർട്ട് ആൻഡ് 1 ലോങ്. യൂക്ലിനോയിഡ്സിലെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. പക്ഷേ ഇത് ഹെറ്ററോട്രോഫ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ സൺലൈറ്റിന്റെ ഡിപ്രൈവ്ഡ് സിറ്റുവേഷനിൽ, സൺലൈറ്റ് കുറഞ്ഞു വരുമ്പോൾ, സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ലാതാവുമ്പോൾ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള യൂക്ലിനോയിഡ്സ് ഹെറ്ററോട്രോഫ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റുള്ള ഓർഗാനിസത്തെ പ്രെഡേറ്റ് ചെയ്യാൻ വേണ്ടി. യൂക്ലിനോയിഡ്സ് ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ പ്രസൻസ് ഫോട്ടോസിന്തറ്റിക് ആണ്. പക്ഷേ ഡിപ്രൈവ്ഡ് സൺലൈറ്റിൽ യൂക്ലിനോയിഡ്സ് ഹെറ്ററോട്രോഫ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും ഫോർ പ്രെഡേറ്റിംഗ് അതർ ഓർഗാനിസം. യൂക്ലിനോയിഡ്സിലെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിലെ പോലെ ഐഡന്റിക്കൽ ആണ്. എക്സാമ്പിൾ ആണ് യൂക്ലിന. യൂക്ലിനോയിഡ്സിലെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിലെ പോലെ ഐഡന്റിക്കൽ ആയിരിക്കും. എക്സാമ്പിൾ യൂക്ലിന. യൂക്ലിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നന്റ് വാട്ടർ കാണുന്ന ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. സെൽവാളിന് പകരം പ്രോട്ടീൻ റിച്ച് ലെയർ ആയിട്ടുള്ള പെലിക്കിളാണ് പ്രസന്റ് ആയിട്ടുള്ളത്. പെലിക്കിളാണ് അതിന്റെ ബോഡി ഫ്ലെക്സിബിൾ ആവാൻ സഹായിക്കുന്നത്. 2 ഫ്ലജല്ല പ്രസന്റ് ആണ്, ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങും. യൂക്ലിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. പക്ഷേ ഡിപ്രൈവ്ഡ് സൺലൈറ്റിൽ മറ്റ് ഓർഗാനിസത്തെ പ്രെഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെറ്ററോട്രോപ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. യൂക്ലിനോയിഡ്സിന്റെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിലെ പോലെ ഐഡന്റിക്കൽ ആണ്. എക്സാമ്പിൾ യൂക്ലിന. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്ലൈം മൗത്ത്. സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ് സ്ലൈം മൗത്ത്സ് എന്ന് പറയുന്നത്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ഫുഡിനെ ഇൻടേക്ക് ചെയ്യുക. ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ഓർ ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക്. ഓർഗാനിക് മെറ്റീരിയലിനെ എൻഗൾഫ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഡീക്കേയിങ് ചീഞ്ഞ് പോകുന്ന ട്വിഗ്സിലും തടിക്കഷ്ണങ്ങളിലും ലീവ്സിലും ഒക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ സ്ലൈം മൗത്ത്സ് എല്ലാം കൂടി ഒരു അഗ്രിഗേഷൻ ആയിട്ട് ഫോം ചെയ്യും ചില സ്യൂട്ടബിൾ കണ്ടീഷൻ വരുമ്പോൾ. അതിനെ പറയുന്നതാണ് പ്ലാസ്മോഡിയം. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ സ്ലൈം മൗത്ത്സ് ഫോം ആൻ അഗ്രിഗേഷൻ കാൾഡ് പ്ലാസ്മോഡിയം. അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് ഫോം ചെയ്യും. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്പില് സ്പോർസ് പ്രസന്റ് ആയിരിക്കും. സ്പോർസ് പൊസസ് ട്രൂ വാൾസ്. സ്പോർസ് പൊസസ് ചെയ്യുന്ന ട്രൂ വാൾസ് ആയിരിക്കും. ദേ ആർ റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. ഇത് റെസിസ്റ്റ് ചെയ്യേ സർവൈവ് ചെയ്യും, ഒരുപാട് വർഷത്തേക്ക് സർവൈവ് ചെയ്യും. എയർ കറൻസിലൂടെയാണ് സ്പോർസ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. സ്ലൈം മൗത്ത്സ് എന്ന് പറയുന്നത് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. The body moves along decaying twigs and leaves engulfing organic material.
they form an aggregation called plasmodium under suitable conditions. Under unfavorable conditions, the plasmodium differentiates and form fruiting bodies. The fruiting bodies bear spores at their tips. The spores possess true walls. They are resistant and survive for many years. The spores are dispersed by air current. Slimodes എന്ന് പറഞ്ഞ saprophytic protist ആണ്. അതിൻ്റെ ബോഡി മൂവ് ചെയ്യുന്നത് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സിന്റെ കൂടെയാണ്. ഓർഗാനിക് മെറ്റീരിയലിനെ ഇൻഗൾഫ് ചെയ്യുക. ഇതിന്റെ അഗ്രിഗേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതിനെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ, അൺഫേവറബിൾ കണ്ടീഷനിൽ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറും. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്സിൽ സ്പോർട്സ് ബിയർ ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെൽ ആണ്. Spores possess true walls. They are resistant and survive for many years. Spores are dispersed by air current. Next classification, protozoan. Protozoans all are heterotrophs. Heterotrophs ആയിരിക്കും protozoans and live as predators or parasites. Live ചെയ്യുന്ന ഒന്നെങ്കിൽ predators അല്ലെങ്കിൽ parasites ആയിരിക്കും. Heterotrophs എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓർഗാനിസത്തെ ആശ്രയിക്കാം ന്യൂട്രീഷൻ ഫുഡിന് വേണ്ടി. പ്രോട്ടോസോവൻസിനെ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് അനിമൽസ് ആയിട്ടാണ് ബിലീവ് ചെയ്യുന്നത്. പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് അനിമൽസ് ആയിട്ട് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ കാണപ്പെടുന്നതിനെയാണ് പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസ് 4 മേജർ ഗ്രൂപ്പാണ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്, സ്പോറോസോവൻസ്. പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ 4 മേജർ ഗ്രൂപ്പ്സ് ഉണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്, സ്പോറോസോവൻസ്. നമുക്കിനി ആ 4 മേജർ ഗ്രൂപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും മോയിസ്റ്റ് സോയിലും കാണപ്പെടുന്നവയാണ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് മൂവ് ആൻഡ് ക്യാച്ച് ദ പ്രേ ബൈ പുട്ടിംഗ് ഔട്ട് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ യൂസ് ചെയ്തുകൊണ്ട് ആണ് അത് അവരുടെ പ്രേ ഫുഡിന് വേണ്ടി ക്യാച്ച് ചെയ്യുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. അമീബോയിഡ് പ്രോട്ടോസോവൻസ് ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് സോയിലും സീ വാട്ടറിലും ഫ്രഷ് വാട്ടറിലുമാണ് കാണപ്പെടുന്നത്. സ്യൂഡോപോഡിയ യൂസ് ചെയ്തുകൊണ്ടാണ് അവരവരുടെ പ്രേയെ ക്യാച്ച് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഫ്രഷ് വാട്ടറും സീ വാട്ടറും മോയിസ്റ്റ് സോയിലും ഉണ്ടെന്ന്. അപ്പം മറൈൻ ഫോംസ് എന്ന് പറഞ്ഞാൽ മറൈൻ ഫോംസിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ സിലിക്ക ഷെൽസ് കൊണ്ട് മേഡ് ചെയ്യാണ്. സിലിക്ക ഷെൽസിൽ കൊണ്ട് മേഡ് ചെയ്യുന്നത് പെട്ടെന്ന് ഡിസ്ട്രോയ് ആയി പോയില്ല. എക്സാമ്പിൾ ആണ് അമീബ, എൻഡമീബ. എൻഡമീബ എന്ന് പറയുന്ന പാരസൈറ്റിക് പ്രോട്ടോസോവൻ ആണ്. അടുത്ത ഗ്രൂപ്പാണ് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്രീ ലിവിംഗ് ഓർ പാരസൈറ്റിക്. ഫ്രീ ആയിട്ട് ഇത് ചെയ്യാം, അല്ലെങ്കിൽ അത് പാരസൈറ്റിക് ആയിരിക്കും. ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസിന് ഫ്ലാജെല്ല പ്രസന്റ് ആണ്. ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവനിലെ പാരസൈറ്റിക് സ്പീഷീസ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നസ്. സ്ലീപ്പിംഗ് സിക്നസിന് കാരണമാകുന്നത് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോമിലെ പാരസൈറ്റിക് സ്പീഷീസ് കാരണമാണ്. ഏതാണോ പാരസൈറ്റിക് സ്പീഷീസ് എന്ന് ചോദിച്ചാൽ ട്രിപ്നോസോവ കാരണം ഉണ്ടാകുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നസ്. അതൊരു ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. പാരസൈറ്റിക് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. അടുത്താണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. സീലിയ കൊണ്ട് കവർ ചെയ്ത അതിനൊരു ഓറൽ ഗ്രൂവ് കാണും. അതിനെയാണ് പെരിസ്റ്റോം എന്ന് പറയുന്നത്. സീലിയ കൊണ്ട് കവർ ചെയ്ത ഒരു ഓറൽ ഗ്രൂവ് പ്രസന്റ് ആയിട്ടുള്ള പെരിസ്റ്റോം സീലിയേറ്റഡ് പ്രോട്ടോസോവൻ പ്രസന്റ് ആണ്. ഈ പെരിസ്റ്റോം ലൈൻ ചെയ്താണ് സീലിയ കാണപ്പെടുന്നത്. പെരിസ്റ്റോം ലീഡ് ടു എ നാരോ ട്യൂബുലാർ ക്യാവിറ്റി. നാരോ ട്യൂബുലാർ ക്യാവിറ്റിയിലാണ് ലീഡ് ചെയ്യുന്നത്. അതിനെയാണ് ഗല്ലറ്റ് എന്ന് പറയുന്നത്. പെരിസ്റ്റോം ഗല്ലറ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് മൗത്ത്. സീലിയേറ്റഡ് പ്രോട്ടോസോവന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. സീലിയ കവർ ചെയ്തുകൊണ്ട് ഒരു ഓറൽ ഗ്രൂവ് കാണും. അതിനെ പെരിസ്റ്റോം എന്ന് പറയുന്നു. പെരിസ്റ്റോം ലൈൻ ചെയ്താണ് സീലിയ കാണപ്പെടുന്നത്. പെരിസ്റ്റോം leads to a narrow tubular cavity called gullet. The opening of the peristome into the gullet is the mouth. The coordinated movement of rows of cilia causes the water flow along with food particles into the gullet through mouth. The coordinated movement of rows of cilia. Ciliയുടെ റോഡ് ആ കോർഡിനേറ്റഡ് മൂവ്മെന്റ് വാട്ടർ കറന്റിൽ കൂടെ മൂവ് ചെയ്യുമ്പോഴാണ് ഫുഡ് പാർട്ടിക്കിൾസ് ഗലറ്റിൽ മൗത്തിൽ കൂടെ ഗലറ്റിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് ഫുഡ് പ്രോസസ്സിംഗ് നടക്കുന്നതെന്നാണ്. സീലിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് കാരണം വാട്ടർ ഫ്ലോയിൽ കൂടെ ഫുഡ് പാർട്ടിക്കിൾസ് മൗത്തിൽ കൂടെ ഗലറ്റിൽ എത്തിച്ചേരുന്നു. ഗലറ്റ് എന്ന് പറഞ്ഞാൽ നാരോ ട്യൂബുലാർ ക്യാവിറ്റിയാണ്. പെരിസ്റ്റോമിൽ നിന്ന് വരുന്ന നാരോ ട്യൂബുലാർ ക്യാവിറ്റിയാണ് ഗലറ്റ്. അങ്ങനെ ബോഡിയുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു. അടുത്തതാണ് സ്പോറോസോവൻസ്. സ്പോറോസോവൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് സൈക്കിളിൽ ഇൻഫെക്റ്റീഷ്യസ് സ്പോറാണ് കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ബീങ്സിലും മലേറിയയ്ക്ക് കാരണമാകുന്ന
പ്ലാസ്മോഡിയം, മലേറിയൽ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അത് സ്പോറോസോവൻസിന് എക്സാമ്പിൾ ആണ്. അതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് സ്പോർ പ്രസന്റ് ആയിരിക്കും. കിങ്ഡം പ്രൊട്ടിസ്റ്റ 5 ക്ലാസിഫൈ ചെയ്യുന്നു. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജില്ലേറ്റ്സ്, യൂക്ലിനോയിഡ്സ്, സ്ലൈമൗട്ട്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസിന് 4 മേജർ ഗ്രൂപ്പ് ഉണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലാജിലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻ. നെക്സ്റ്റ് കിങ്ഡം ആണ് കിങ്ഡം ഫംഗൈ. കിങ്ഡം ഫംഗൈയിൽ വരുന്ന ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആയിരിക്കും. യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയസ്. ഇറ്റ് മേ ബി സിംഗിൾ സെല്ലർ ഓർ മൾട്ടി സെല്ലർ. യൂണിസെല്ലാറോ വരാം, മൾട്ടി സെല്ലാറോ വരാം. കിങ്ഡം ഫംഗൈ യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. ബാക്കി എല്ലാം തന്നെ മൾട്ടി സെല്ലാർ ആണ്. വിത്തൗട്ട് ക്ലോറോഫിൽ പിഗ്മെന്റ് പ്രസന്റ് അല്ല. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ബട്ട് ഇറ്റ് ഡിപെൻഡ് ഓൺ അതർ ഓർഗാൻ. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിലെ ടൈപ്പിലാണ് വരുന്നത് പാരസൈറ്റ്, സാപ്രോഫൈറ്റ്, സിംബിയോട്സ് ഒക്കെ വരുന്നത്. സാപ്രോപ്സ് ഓർ പാരസൈറ്റ്സ് ആയിരിക്കാം ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ വരുന്നത്. ഫംഗസിന്റെ ബോഡിയെ പറയുന്ന പേരാണ് മൈസീലിയം. ഫംഗസിന്റെ ബോഡിയാണ് മൈസീലിയം എന്ന് പറയുന്നത്. മൈസീലിയത്തിലെ ഒരു പാർട്ടാണ് ഹൈഫെ. ഫംഗസിന്റെ ബോഡിയെ പറയുന്ന പേരാണ് മൈസീലിയം. മൈസീലിയത്തിലെ ഒരു പാർട്ടാണ് ഹൈഫെ. ഹൈഫെ ആ സെപ്റ്റേറ്റ് ആണ്. സെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ ക്രോസ് വാൾസ് കാണും. ക്രോസ് വാൾസ് പ്രസന്റ് ആയിട്ടുള്ള ഹൈഫയാണ് സെപ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്രോസ് വാൾസ് ഇല്ലാത്തതിനെ അസെപ്റ്റേറ്റ്. അപ്പം ഫംഗയിലെ ബോഡിയെ പറയുന്ന പേരാണ് മൈസീലിയം. മൈസീലിയത്തിന്റെ ഒരു പാർട്ടാണ് ഹൈഫെ. ഹൈഫെ സെപ്റ്റേറ്റും വരാം, അസെപ്റ്റേറ്റും വരാം. സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ക്രോസ് വാൾസ്, അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ക്രോസ് വാൾസ്. ഫംഗി ആർ മൾട്ടി സെല്ലാർ എക്സെപ്റ്റ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലാറ. മെനി ഫംഗി ആർ മൾട്ടി ന്യൂക്ലിയസ്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും പല ഫംഗിയിലും. ഇങ്ങനെ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനെ പറയുന്ന പേരാണ് സീനോസൈറ്റിക് എന്നാണ് പറയുന്നത്. സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ പല ഫംഗസും മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് വരുന്ന കണ്ടീഷനെയാണ് സീനോസൈറ്റിക് എന്ന് പറയുന്നത്. കിങ്ഡം ഫംഗയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ സെൽവാൾ എന്ന് പറഞ്ഞ ഫംഗസുകളുടെ സെൽവാൾ എന്ന് പറഞ്ഞ മേഡ് ചെയ്തിരിക്കുന്നത് കൈറ്റിനും പോളിസാക്രൈഡ്സും കൊണ്ടാണ്. The cell wall is made up of chitin and polysaccharide. ഫംഗസ് എന്ന് പറഞ്ഞാൽ മേജർ ഡീകമ്പോസേഴ്സ് ആണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. കിങ്ഡം ഫംഗൈ വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ യൂക്കാരിയോട്ടിക് ആണ്. യൂക്കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ കവേർഡ് സെൽ ബൗണ്ട് ഓർഗനൽസ് ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയസ്. ഇറ്റ് മേ ബി സിംഗിൾ സെല്ലർ ഓർ മൾട്ടി സെല്ലർ. അപ്പം യൂണിസെല്ലാർ, മൾട്ടി സെല്ലാർ ഓർഗാനിസം വരും. യൂണിസെല്ലാർ എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. അതേഴ്സ് ആർ മൾട്ടി സെല്ലാർ without chlorophyll present അല്ല. The nutrition type is heterotrophic, saprous or parasites ആയിരിക്കാം. ഫംഗസിന്റെ body of the fungus called mycelium. A part of the mycelium is called hyphae. Hyphae are septate or aseptate. Septate എന്ന് പറഞ്ഞാൽ with cross walls, aseptate without cross walls. Fungi are multicellular except yeast is a unicellular organism. Many fungi are multinucleate. The multinucleate condition is said to be xenocytic. Many fungi are multinucleate. The multinucleate condition is said to be xenocytic. The cell wall is made up of chitin and polysaccharides. The cell wall is made up of chitin and polysaccharide. Fungi are the major decomposers. Then nutrition in fungi. ഫംഗിയിലെ ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു ഹെറ്ററോഫിക് ന്യൂട്രീഷൻ ആണ് കൂടുതലും കാണപ്പെടുന്നത്. They absorb soluble organic matter from dead substrate. ഡെഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിൽ നിന്ന് ഫംഗസ് സോളുബിൾ ഓർഗാനിക് മെറ്റീരിയൽസ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവരെ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഡെഡ് മാറ്ററിൽ നിന്ന് സോളുബിൾ ഓർഗാനിക് മാറ്ററിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നു. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. ഹെറ്ററോഫിക് എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം. ദ ഫംഗസ് അബ്സോർബ് soluble organic material from dead substrate. So they are called saprophytes. Some of them depend on living plants and animals for their food. ചില ഫംഗസുകൾ ജീവനുള്ള പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യും. They are parasites. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് parasites. Some fungi live in symbiotic association with algae called lichens. ചില ഫംഗി സിംബിയോട്ടിക് അസോസിയേഷനിൽ നിൽക്കും. സിംബിയോട്ടിക് എന്ന് പറഞ്ഞാൽ രണ്ട്
ഓർഗാനിസത്തിന് ഹെൽപ്ഫുൾ ആയിട്ട്. അപ്പൊ ഫംഗസ് ആൽഗയുമായിട്ട് സിംബിയോട്ടിക് അസോസിയേഷൻ ചെയ്യുന്നതിനെയാണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. ചില ഫംഗസ് ചില ആൽഗയുമായിട്ട് സിംബിയോട്ടിക് അസോസിയേഷൻ നടക്കും, മീൻസ് മ്യൂച്വലി ഡിപ്പെൻഡിങ്. അതിനെയാണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. സം ആർ സിംബിയോട്ടിക് വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് കാൾഡ് മയോറിസ. ചില ഫംഗസ് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് സിംബിയോട്ടിക് ആവും, അതിന് പറയുന്നതാണ് മയോറിസ. ഫംഗസിലെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ആർ ഹെറ്ററോഫിക് ഇൻ ന്യൂട്രീഷൻ. They absorb soluble organic matter from dead substrates, so they are called saprophytes. Some depend on living plants and animals for their food. They are parasites. Some fungi live in symbiotic association with the algae called lichens. Some are symbiotic with the roots of higher plants called mycorrhiza. Okay. Then we will discuss about the reproduction in kingdom fungi. We know that reproduction of three types: vegetative reproduction, asexual reproduction, sexual reproduction. Vegetative reproduction takes place by fragmentation, fission and budding. Vegetative reproduction നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ, ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഇത് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂഷൻ വഴിയായിരിക്കും, അല്ല ബഡ്ഡിംഗ് മോഡലായിരിക്കും. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഡിഫറെന്റ് സ്പോർസ് ലൈക്ക് കൊണീഡിയ, സ്പൊറാൻജിയോസ്പോർസ് ഓർ സൂപോർസ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ ഡിഫറെന്റ് സ്പോർസ് ലൈക്ക് കൊണീഡിയ, സ്പൊറാൻജിയോസ്പോർസ് ഓർ സൂസ്പോർസ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഡൺ ബൈ oospores, ascospores and basidiospores. All the spores are produced in various distinct spore bearing structure. എല്ലാ സ്പോർസും തന്നെ ഡിസ്റ്റിൻറ്റ് ആയിട്ട് സ്പോർ ബിയർ ചെയ്യുന്ന സ്ട്രക്ചറിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. All the spores are produced in various distinct spore bearing structures called fruiting bodies. Detail ആയിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നോക്കാം. ഫംഗിയിലെ സെക്ഷുവൽ സൈക്കിൾ നടക്കുന്നത് 3 സ്റ്റെപ്പായിട്ടാണ്: പ്ലാസ്മോഗമി, കാരോഗമി, മിയോസിസ്. പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷൻ നടക്കുന്നു ബിറ്റ്വീൻ 2 മൊട്ടൈൽ ആൻഡ് 2 മൊട്ടൈൽ ഓർ നോൺ മൊട്ടൈൽ ഗാമറ്റ്. 2 മൊട്ടൈൽ അല്ലെങ്കിൽ നോൺ മൊട്ടൈൽ ഗാമറ്റ്സ് തമ്മിൽ പ്രോട്ടോപ്ലാസത്തിൽ ഫ്യൂഷൻ നടന്നാണ് പ്ലാസ്മോഗമി സാധ്യമാവുന്നത്. കാരിയോഗമി എന്ന് പറയുമ്പോൾ 2 ന്യൂക്ലിയസിന്റെ ഫ്യൂഷനാണ്. മിയോസിസ് എന്ന് പറഞ്ഞാല് സൈഗോട്ട് മിയോസിസിന് അണ്ടർഗോ ആയി 4 ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവും. സൈഗോട്ട് മിയോസിസിന് വിധേയമായി 4 ഹാപ്ലോയിഡ് സ്പോർസ് ആണ് മിയോസിസ് വഴി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ 2 മൊട്ടൈൽ ഓർ നോൺ മൊട്ടൈൽ ഗാമേറ്റ്സ് പ്രോട്ടോപ്ലാസത്തിൽ ഫ്യൂഷൻ നടക്കുന്നു. ഇവിടെ 2 കോമ്പാറ്റബിൾ ഹാപ്ലോയിഡ് ഹൈഫെ അടുത്തടുത്ത് വന്നിട്ട് ഫ്യൂസ് ചെയ്യും. 2 കോമ്പാറ്റബിൾ ഹാപ്ലോയിഡ് ഹൈഫെ അടുത്തടുത്ത് വന്നിട്ട് ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരോഗമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയർ. ഇവിടെ 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സെല്ല് അതിന്റെ ഫലമായിട്ട് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കാരോഗമി എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്ത് അതിന്റെ ഫലമായിട്ട് ഡിപ്ലോയിഡ് സെല്ല് ഫോം ചെയ്യും. ചില ഫംഗസിൽ ആസ്കോമൈറ്റ്സിലും ബെസിഡോമൈറ്റ്സിലും ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യില്ല. പ്ലാസ്മോഗമി കഴിഞ്ഞിട്ട് ഫ്യൂസ് ചെയ്യില്ല. ഫ്യൂസ് ചെയ്യാതെ അത് 2 സെപ്പറേറ്റ് ന്യൂക്ലിയസ് ആയിട്ട് തന്നെ സെല്ലിൽ എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കണ്ടീഷനാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ചില ഫംഗസിൽ സച്ചാസ് ആസ്കോമൈറ്റ്സ് ആൻഡ് ബെസിഡോമൈറ്റ്സിൽ പ്ലാസ്മോഗമിക്ക് ശേഷം ഫ്യൂഷൻ ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കില്ല. നമ്മൾ പറഞ്ഞു കാരിയോഗമി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ ആണ്. 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സെല്ല് ഉണ്ടാവും. ചില ഫംഗസിൽ അത് എവിടേക്കാന്ന് ചോദിച്ചാൽ ആസ്കോമൈറ്റ്സിലും ബെസിഡോമൈറ്റ്സിലും പ്ലാസ്മോഗമിക്ക് ശേഷം ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യില്ല. ഫ്യൂസ് ചെയ്യാതെ അത് സെപ്പറേറ്റ് ന്യൂക്ലിയസ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ്. ദ സെൽ വിത്ത് 2 ന്യൂക്ലിയർ. ഈ 2 ന്യൂക്ലിയസ് സെപ്പറേറ്റ് ആയിട്ട് ആ സെല്ലിലുള്ളതിനെ
ഡൈകാരിയോൺ എന്ന് പറയും. ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിനെയാണ് ഡൈകാരിയോൺ എന്ന് പറയും. ഈ ഒരു ഫേസിനെ ഡൈകാരിയോഫേസ് ഓഫ് ഫംഗസ് എന്ന് പറയും. ഡൈകാരിയോഫേസ് ഫംഗസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഗമിക്ക് ശേഷം ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് ഒന്നാവില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. 2 ന്യൂക്ലിയസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള കണ്ടീഷനെ പറയുന്ന പേരാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ്. ഇങ്ങനെ സെല്ലിൽ 2 ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കുന്നതിനെ ഡൈകാരിയോൺ എന്ന് പറയും. ഈ ഒരു ഫേസിനെ ഡൈകാരിയോഫേസ് ഓഫ് ഫംഗസ് എന്ന് പറയും. ഓൺലി ആഫ്റ്റർ എ ഷോർട്ട് ഇന്റർവെൽ ദ പ്രീനേറ്റൽ ന്യൂക്ലിയർ ഫ്യൂസ് ആൻഡ് സെൽ ബിക്കം ഡിപ്ലോയിഡ്. ഒരു ഷോർട്ട് ഇന്റർവെലിന് ശേഷം മാത്രമേ ഈ പ്രീനേറ്റൽ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്തിട്ട് സെല്ല് ഡിപ്ലോയിഡ് ആവത്തുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ 3rd വൺ ആണ് മിയോസിസ്. ഡിപ്ലോയിഡ് സൈഗോട്ട് മിയോസിസിന് വിധേയമായി ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യും. ഈ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിലാണ്. അതിനാണ് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. ഡിപ്ലോയിഡ് സൈഗോട്ട് മിയോസിസിന് വിധേയമായി ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവും. This reduction division occurs in specialized structures called fruiting bodies. Sexual reproduction 3 സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതായി കിങ്ഡം ഫംഗൈ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബെസിഡിയോമൈസിറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസിറ്റ്സ്. അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ട്സുകളും വീഡിയോ ക്ലാസ്സസും ഓഡിയോ ക്ലിപ്സും വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രൊവീസ് ആപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും അടുത്ത ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ, പ്രൊവീസ് ആപ്പ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആകാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്.